ഗൈസ്, അപ്പൊ രാവിലെ തന്നെ ഞാൻ ചേച്ചിയുടെ വീട്ടിലോട്ട് പോയി കേട്ടോ. അപ്പൊ ഒരാൾ ഇതേ സ്കൂളിൽ പോകാൻ റെഡി ആവുകയാണ്, തുണി തേച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അടുത്ത ആൾ ഇതേ പനിയായിട്ട് കിടക്കുകയാണ്. എന്നാലും ഇഞ്ചക്ഷൻ കുത്തിയപ്പോ കരഞ്ഞതിന് കളിയാക്കിക്കൊണ്ടിരുന്നായിരുന്നു കേട്ടോ ഇത്രയും നേരം. തിരിച്ച് ഞാൻ വീട്ടിലെത്തിയതിനു ശേഷം ഞാൻ ഈ കുത്തി തുറക്കുന്നത് എന്താണെന്നല്ലേ, ഇത് നമ്മുടെ കളിയിലാണ് കേട്ടോ. ഞാൻ തേങ്ങ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇനി ഈ ഒരു തേങ്ങയുള്ളൂ കേട്ടോ ബാലൻസ്. ഇനി നമുക്ക് തേങ്ങ ഇട്ടാലേ തേങ്ങയുള്ളൂ. ഇതിന്റെ കൂടെ ഒരു തേങ്ങ കൂടി കിടപ്പുണ്ടായിരുന്നു. അത് നമ്മൾ ജസ്റ്റ് പൊതിച്ച് നോക്കിയപ്പോഴാണ് പന്നലാണെന്ന് അറിഞ്ഞത്. അതുകൊണ്ട് നമ്മൾ ഈ തേങ്ങയും കൂടി എടുത്തു. തേങ്ങ എടുത്ത് തിരിഞ്ഞപ്പോഴാണ് എന്തോ ഒരു സൗണ്ട് ഞാൻ അവിടെ കേട്ടത്. പിന്നെ ഞാൻ ലൈറ്റൊക്കെ അടിച്ച് നോക്കുന്നുണ്ടേ. ഇതിന്റെ ഉള്ളിൽ എലി ഉള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ചേര കയറാറുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു ചേരയാണെന്ന്. ഉള്ളിലൊന്നും നോക്കിയിട്ട് കാണാത്തതുകൊണ്ട് ഞാൻ പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് കേട്ടോ ഈ വിരുദ്ധനായിരുന്നു ഇവിടെ ഇരുന്ന് ഇത്രയും ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെ ചേരയല്ലെന്ന സമാധാനത്തിൽ പിന്നെയും ഞാൻ പോയി തേങ്ങ പൊതിക്കുന്ന പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ഒരു പ്രാവശ്യം പൊതിച്ച് വെച്ച തേങ്ങയുടെ അവസ്ഥ ഇതായിരുന്നു. ഫുള്ള് അഴുകി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോഴത്തെ തേങ്ങയുടെ വില അറിയാവുന്നത് കൊണ്ട് തന്നെ ആ തേങ്ങ അഴുകിയതാണെന്ന് അറിഞ്ഞപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ തേങ്ങയും പൊതിച്ച് നോക്കിയിട്ടുണ്ട്. അത് കുടുക്കുമായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഇത് എന്ത് ചെയ്യാനാ, എന്തെങ്കിലും ചെയ്തല്ലേ പറ്റൂ. അത് ഞാൻ നേരെ അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് നേരെ ഞാൻ കാന്താരി മുളക് പറിക്കാൻ വേണ്ടിയിട്ട് പോയി കേട്ടോ. നമ്മുടെ വെള്ളക്കാന്താരിയിൽ അത്യാവശ്യം കാന്താരി മുളക് ഉണ്ടായിരുന്നു. അപ്പൊ ഇതൊന്ന് തോരന്റെ കൂടെ ചതച്ചിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ കാന്താരി പറിക്കാൻ പോയത്. അങ്ങനെ വെള്ളക്കാന്താരിയൊക്കെ പറിച്ചു കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത കാന്താരിയുടെ മൂട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോഴാണ് ഈ ഒരു കാഴ്ച ഞാൻ കണ്ടത്. കുറച്ച് പാല് കളഞ്ഞു പോയിട്ടുണ്ടായിരുന്നേ. ഇപ്പം മഴ ആയതുകൊണ്ടായിരിക്കും കാന്താരിയൊക്കെ നല്ല അത്യാവശ്യം വലിപ്പമുള്ള കാന്താരിയായിരുന്നു കേട്ടോ. അതുകൊണ്ട് പറിച്ചെടുക്കാനും നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇത്രയും കാന്താരി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കിലായിട്ട് കുറച്ച് പച്ചമുളകും കൂടെ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ പച്ചമുളകും കൂടെ ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്. ഇത് വേണോ വേണ്ടായിരുന്നോ ഒന്നും എനിക്ക് അറിയത്തില്ല. ഞാൻ എന്തായാലും പറിച്ചെടുത്ത് പോയി. അപ്പോൾ ഇതിന് നേരെ അമ്മയുടെ കയ്യിൽ കൊണ്ടു കൊടുക്കട്ടെ. അമ്മ അവിടെ മുരിങ്ങയ്ക്ക ചുരണ്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഇന്നത്തെ സ്പെഷ്യൽ മുരിങ്ങയ്ക്ക തോരനാണ്. അത് കഴിഞ്ഞിട്ട് ഉപ്പിലിട്ട് വെച്ചിരുന്ന ഒരു കണ്ണിമാങ്ങ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം വലിപ്പമുള്ള കണ്ണിമാങ്ങയായിരുന്നു. ഇത് നമ്മുടെ മാങ്ങാ സീസൺ ആയിരുന്നപ്പോൾ നമ്മുടെ ഭരണിയിൽ നമ്മൾ ഉപ്പിലിട്ട് വെച്ചിരുന്ന മാങ്ങയായിരുന്നു കേട്ടോ. ഞാനാണെങ്കിൽ ഇത് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കഴിക്കാറുണ്ട്. ഉപ്പും കാന്താരിമുളകും മാത്രം ഇട്ടിട്ടായിരുന്നു കേട്ടോ നമ്മളിത് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഉപ്പും കാന്താരിമുളകിന്റെ എരിയും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.